കൊച്ചിയിൽ ഈ മത്സ്യബന്ധനത്തിന് കടലിൽ പോയ തൊഴിലാളികളുടെ വലകൾ കീറിയ ഒരു പരാതി കൂടി വരുന്നുണ്ട്. കടലിൽ താണുപോയ കപ്പലിന്റെ അവശിഷ്ടങ്ങൾ കൊണ്ടാണ് ഈ വലകൾ കീറിയതെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. അതുകൊണ്ട് ബോട്ടുകൾ പലതും തീരത്തടുത്തിട്ടുമുണ്ട്. സഹിൻ ആന്റണിയുടെ വിവരങ്ങളുമായിട്ട്. സഹിൻ, ദുരിതകാലമാണ്, അവർക്ക് ദുരിതം ഇരട്ടിയാക്കുന്ന സംഭവങ്ങൾ കൂടിയാണ് ഈ പുറത്തു വരുന്നത്. വലയൊക്കെ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അവരുടെ ഉപജീവനം തന്നെ പ്രതിസന്ധിയിലാവുന്ന കാര്യമാണ്. തീർച്ചയായിട്ടും സേതു, അതായത് ഒരു ബോട്ടിൽ തന്നെ 30 ലക്ഷം രൂപയിലധികം വില വരുന്ന വലകളാണുള്ളത്. ഈ വലകളെല്ലാം തന്നെ കീറിയിരിക്കുന്നു. നമുക്ക് കാണാം 4ഓ 5ഓ ബോട്ടുകൾ ഈ തീരത്ത് തന്നെ അടുപ്പിച്ചിട്ടുണ്ട്. പല പല ഹാർബറുകളിലേക്കായി ബോട്ടുകൾ അടുപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു മത്സ്യത്തൊഴിലാളികൾ. ആർക്കും ഉപജീവനം നടത്താൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല ഇവരുടെ വലകളെല്ലാം പൂർണ്ണമായും കീറിയിരിക്കുകയാണ്. ഈ വലകൾ നമ്മൾ കാണുകയാണെങ്കിൽ ഇനി ഒരു ആഴ്ചയെങ്കിലും ഇവർക്ക് പണിക്കുവാൻ കഴിയില്ല എന്നുള്ളതാണ്. ഈ തീരത്ത് കഴിഞ്ഞ ദിവസം മുങ്ങിയ കപ്പലിന്റെ അവശിഷ്ടങ്ങൾ കൊണ്ടാണ് ഈ വലകൾ കീറിയത് എന്നുള്ളതാണ് തൊഴിലാളികൾ പറയുന്നത്. അത് അങ്ങനെയാണോ? അങ്ങനെ തന്നെയാണ്. പിന്നെ കണ്ടെയ്നർ പിന്നെ കടൽ മുഴുവനും മുങ്ങിക്കിടക്കുകയാണ്. നമുക്കിപ്പോ തപ്പിയൊക്കെ അടിക്കാൻ പറ്റൂലല്ലോ. നമ്മ മീനെ കാണുമ്പോൾ അടിക്കും. അടിച്ചു കഴിഞ്ഞിട്ടുള്ള സ്ഥിതിയാണ് ഇപ്പൊ ഈ കാണുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് നേരിട്ട് കാണാം. കണ്ടില്ലേ, വല ഒരുപാട് കണ്ടിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇപ്പൊ പണിയെടുക്കാൻ പറ്റാത്തൊരവസ്ഥകളാണ് കടലിൽ. വർഷങ്ങളായിട്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ് ഈ സംഭവം നടക്കുന്നത്. കാരണം ഇതിപ്പോ ഈ ഷിപ്പ് മുങ്ങിയതിന് ശേഷമാണ് ഇതുപോലുള്ള സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മത്സ്യത്തൊഴിലാളി മേഖലയിൽ ഒരുപാട് നഷ്ടമുണ്ട്. അത് കാരണം ഇത് വല മുഴുവൻ കീറി. വല മുഴുവനും കീറി കാണാമല്ലോ, നിങ്ങൾക്ക് കാണാമല്ലോ. വല മുഴുവൻ കീറി. ഇപ്പൊ കുറെ വല അങ്ങോട്ട് വലിച്ചു കൂട്ടിയിട്ടുണ്ട്. ഇപ്പൊ 1 കിലോ വലക്ക് തന്നെ 1,600 രൂപ വിലയുണ്ട്. 1 കിലോ വലക്ക് തന്നെ 3000 കിലോ വലയെന്ന് പറയുമ്പോൾ നിങ്ങൊന്ന് ആലോചിച്ച് നോക്ക്. എത്ര ലക്ഷം രൂപയാകും നിങ്ങൾക്ക് തന്നെ അറിയാലോ. ഇപ്പൊ ഞങ്ങൾ ഇപ്പൊ 50 കുടുംബമാണ് ഒരു വെള്ളത്തിൽ ജീവിക്കണത്. ഇതൊക്കെ പട്ടിണിയാണ്. ഒരു സാധനം കിട്ടിയിട്ടുമില്ല പണിക്ക് പോയിട്ട്. ഈ കണ്ടിക്കൽ തന്നെ ഞങ്ങൾക്ക് വില ഇറക്കി പണിയാനാ നേരമുള്ളു. മനസ്സിലായില്ലേ? അപ്പൊ എങ്ങനെ ജീവിക്കാനാണിത്? എന്നില്ലെങ്കിൽ അത് എന്ത് ചെയ്യാനാണ്? കടലിലെ തപ്പിയോ ഈ വല ഇടുന്നിടത്തൊക്കെ ഈ കണ്ടെയ്നർ അങ്ങനെ സംഭവിക്കണാണ്. കാരണം വെച്ചാൽ നമുക്ക് അടിത്തട്ടിലുള്ള സംഭവം നമുക്ക് കാണാൻ പറ്റൂല. അപ്പൊ നമ്മ വല ഇട്ട് കഴിയുമ്പോൾ ആ വശം മുഴുവനും വല പൊട്ടിപ്പോവുകയും കണ്ടിച്ച് നിരവധി വള്ളങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട്. ഒരുപാട് വള്ളങ്ങൾക്ക് കണ്ടിച്ചടക്കാണ്. പിന്നെ ഒരുപാട് വള്ളങ്ങൾ അപ്പുറത്തോട്ട് പോയിട്ടുണ്ട്. ഇന്നലെ ഈ നമ്മളിവിടെ തന്നെ ഇപ്പൊ 3 വള്ളക്കാർ പണിയുണ്ട്. അതൊരു വള്ളമാണ്. ഈ പാലത്തിന്റെ അടിയിൽ നോക്കി കഴിഞ്ഞാൽ കാണാം ഇഷ്ടംപോലെ വള്ളക്കാരുടെ വല കണ്ടിച്ച്. ഇത് ഒരു 15 ലക്ഷം രൂപ നഷ്ടം ഞങ്ങൾക്കുണ്ട്. ഇപ്പൊ നിസ്സാരത്തിൽ 15 ലക്ഷം രൂപ ഞങ്ങൾക്ക് നഷ്ടമുണ്ട്. അതെ. അപ്പൊ 10-15 ലക്ഷം രൂപ ഞങ്ങൾക്ക് ഇപ്പൊ ഇത് നന്നാക്കണതിന് വേണ്ടി എത്ര നാളത്തേക്ക് പണിക്കുവാൻ കഴിയും? ഒരാഴ്ചത്തേക്ക് പണിക്കുവാൻ പറ്റില്ല. അപ്പൊ ഒരാഴ്ച ഞങ്ങളുടെ കുടുംബമൊക്കെ പട്ടിണിയാണ്. പിന്നെ ഞങ്ങൾ പോയിട്ട് വലയിലുണ്ടായ മീനും കിട്ടിയില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് നഷ്ടങ്ങൾ ഞങ്ങൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കും. പക്ഷേ അത് തന്നെയാണ് സേതു. എന്തായാലും ഈ പറയുന്നത് പോലെ തന്നെ വലിയ ദുരിതത്തിലേക്ക് അവർ പോകുന്നു എന്നുള്ളതാണ്. ഈ കാണുന്നത് പോലെ തന്നെ 30 ലക്ഷം രൂപ വില വരുന്ന വലയാണ്. അതിൽ തന്നെ 15 ലക്ഷത്തിലധികം രൂപയുടെ പണി ഇനി നടത്തേണ്ടതായി വരും. നമുക്ക് തന്നെ കാണാം പല ഭാഗങ്ങളിലും വല കീറി അത് ഉപയോഗശൂന്യമായ രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുകയാണ്. ഇവരിപ്പോൾ ഈ കീറിയ ഭാഗങ്ങളൊക്കെ മാറ്റി പലയിടങ്ങളിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളാണ് അവർ. ഈ മത്സ്യബന്ധനം മാത്രം ഉപജീവനം ജീവിക്കുന്ന മനുഷ്യർ. അവരെ സംബന്ധിച്ചിടത്തോളം ഇനി മറ്റൊരു തൊഴിലിലേക്ക് പോകുക സാധ്യമല്ല. തീർച്ചയായും കഷ്ടമാണ് ഈ കാഴ്ചകൾ കാണുന്നത്, അവരുടെ വാക്കുകളൊക്കെ കേൾക്കുന്നത്. നമ്മൾ ഈ വിചാരിക്കുന്ന പോലെ നമ്മളിവിടെ നിന്ന് വെറുതെ പറയുന്ന പോലെയല്ല. ഇത് ലക്ഷങ്ങളുടെ ഒക്കെ നഷ്ടമാണ് ഉണ്ടാകുന്നത്. ദിവസം പണിക്ക് പോകുന്ന മനുഷ്യരാണ്. അവരിനി ഈ ലക്ഷക്കണക്കിന് തുകയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കുക എന്ന് പറയുന്നത് അവരെ കൊണ്ട് നടക്കുന്ന കാര്യമല്ല. 10-15 ലക്ഷം രൂപയുടെ വലയാണ് ആ ചന്നാ ഭിന്നം കീറിയിരിക്കുന്നത്. ഇനി അതിനെയൊക്കെ എങ്ങനെയൊക്കെ ശരിയാക്കി ഒരാഴ്ച പണിക്ക് പോകാൻ പറ്റില്ല എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ആ ഒരാഴ്ച ആ കുടുംബങ്ങൾ 10-50ഓളം കുടുംബങ്ങളാണ് ആ ഒരു വള്ളത്തിന് ഒരു വള്ളം ആശ്രയിച്ച് ജീവിക്കുന്നത്. അപ്പോൾ ആ കുടുംബങ്ങളൊക്കെ പട്ടിണിയിലായിരിക്കും. എന്തുകൊണ്ട് ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് കിട്ടുന്ന റേഷൻ വിതരണവും കാര്യങ്ങളൊക്കെ ഉടൻ തന്നെ പുനരാരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. സഹിൻ ആന്റണിയാണ് കൊച്ചിയിൽ നിന്നുള്ള കാഴ്ചകൾ പ്രേക്ഷകരിലേക്ക്